ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അല്ലേ വരുന്നത്, ഇതിന് നമ്മൾക്ക് സ്റ്റാർ ആവാൻ നമ്മൾക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അറേബ്യൻ ഡിസേർട്ടായ കുനാഫ മലായ് ഡിസേർട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിവിടെ ട്രെൻഡിങ് ആണ് കേട്ടോ, ദുബായിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുനാഫ പിന്നെ ചോക്ലേറ്റ്, കുനാഫ, ചീസ് കേക്ക് ഒക്കെ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ ഡിസേർട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ കഴിക്കാത്തവർ മസ്റ്റായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് സ്റ്റാർ ആവണ്ടേ, വിരുന്നുകാരുടെ മുമ്പിൽ സ്റ്റാർ ആവണ്ടേ ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണണ്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഇതിന് മസ്റ്റായിട്ട് വേണ്ട പിസ്തയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കുട്ടപ്പനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ ഇതേപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ടാ. തരിതരിയായിട്ടൊന്നും എടുക്കാൻ പാടില്ല, നല്ല നൈസ് പൗഡറായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പിസ്തൻ്റെ ചോക്ലേറ്റൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അറിയില്ല. ഓക്കെ, അപ്പം അതേപോലത്തെ ഒരു ഡിസേർട്ടാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാ. ഇതിനൊന്നെങ്കിൽ കുനാഫ ഡവ് ആണോ, അല്ലെങ്കിൽ പിന്നെ വെർമസെല്ലിൻ്റെ ചെറിയ രീതിയിൽ കണ്ടില്ല ഇതുപോലത്തെ ഇത് പാക്കറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് നമുക്ക് ഇത് ഓൾറെഡി ഫ്രൈഡ് ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗീ ഒഴിച്ചിട്ട് ആക്കിയത്. അപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമുക്കൊരു വലിയ പാൻ തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഒരു 1/2 കപ്പ് മിൽക്ക് ഇട്ടാ. 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, പഞ്ചസാര നിങ്ങൾക്ക് അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ അളവ് കുറക്കാം, അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അളവ് കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടത് കറക്റ്റ് അളവാണ്. കൂടുതൽ ഷുഗറൊന്നും ഉണ്ടാവില്ല കേട്ടോ, മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഫൈനായിട്ട് പൊടിച്ച് വെച്ച നമ്മുടെ പിസ്തായും പഞ്ചസാരയും ഇട്ട അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ, മിൽക്ക് പൗഡറാണ്. അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ, മിൽക്ക് പൗഡർ ഉള്ളവർ അത് ഇട്ടോ കേട്ടോ. ഓക്കെ, അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ ഈ നേരിയ വെർമസെല്ലിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച വെർമസെല്ലിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നല്ല ശരിക്കും ഒരു അലുവ പോലെ ആയി കിട്ടിയിട്ടാ. നോമ്പുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സൂക്ഷിക്കുക, കാരണം ഇത് അറിയാതെ വായിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത്രയും ടേസ്റ്റും അത്രയും മണവുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ലൈറ്റ് ചൂടായിട്ടുള്ള നേരിയ ചൂടുള്ളൊരു പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഇത് വാനില കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മൾക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഓക്കെ, അത് കട്ടയില്ലാതെ അത് നല്ല നേർമയായിട്ട് മിക്സാക്കി എടുക്കാം. ഓക്കെ, അതങ്ങോട്ട് റെഡിയായി. അപ്പോൾ സോസ് പാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2 കപ്പ് പാലാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ കേട്ടോ, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിച്ചിടും. അപ്പോൾ അടുത്തത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതില്ലേ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ കസ്റ്റേർഡ് മിക്സ് റെഡിയാക്കി വെച്ചില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നല്ലോണം കുറുകൊന്നും വേണ്ട കേട്ടോ. പുഡിങ്ങിന് ആക്കുന്നത് പോലെ
കസ്റ്റാർഡിൻ്റെ ഇതാക്കുന്നില്ല, അതൊന്നും അതുപോലെ ഒന്നും ആവണ്ട കേട്ടോ. ലൈറ്റായിട്ട് നേർമയായിട്ട് വന്നാൽ മതി കേട്ടോ, തിക്കായാൽ മതി, അധികം തിക്കാവാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിസ്തൻ്റെ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിങ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തത് അത് തണിയാൻ വേണ്ടി അവിടെ വെക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആവശ്യം ഒരു 6 മതിയാകുമായിരിക്കും. ഞാൻ ഇപ്പോൾ തൽക്കാലം നോക്കുന്നുണ്ട്, നോക്കിയിട്ട് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് ഇത് റോള് കൊണ്ട് നല്ലപോലെ നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഒക്കെ നേർമയായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾക്ക് ഇന്ന് വെക്കേണ്ടത് നമ്മുടെ ടേസ്റ്റിയായ ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ പിസ്തൻ്റെ മിക്സിങ് വെക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ നമ്മൾക്ക് നീളത്തിലാക്കിയിട്ട് ആ ബ്രെഡിന് കണക്കായിട്ട് ആക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചുരുട്ടി വെക്കാം. അപ്പോൾ ഒന്ന് റെഡിയായി. അതുപോലെ നമ്മൾക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഡിസേർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വിരുന്നുകാരുടെ മുമ്പിൽ പിന്നെ സത്യമായിട്ടും നിങ്ങൾക്ക് ഞാൻ പറയുന്നു, വിരുന്നുകാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇത് ഷെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ ട്രേ ഇല്ലേ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആക്കിയ കുനാഫൻ്റെ ഇതില്ലേ, അത് നമ്മൾക്ക് ബ്രെഡിൻ്റെ റോള് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാവാത്തതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനിയും എനിക്ക് കുനാഫടോ പിന്നെ ഇതിൻ്റെ ബാക്കിയുണ്ട്. എന്നിട്ട് നമ്മൾക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ബ്രെഡിനകത്തേക്കും കൂടി ഒന്ന് ആക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാനത് ആക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അതിൻ്റെ അകത്തേക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിന്നെ കത്തി കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇങ്ങനെ ഒന്ന് പിന്നെ ഇതാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉള്ളിലോട്ടേക്കും ഇതിൻ്റെ മിക്സിങ് പോകും കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കവറാവും കേട്ടോ. ഓക്കെ, ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറച്ചൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ നമ്മളെ കുനാഫ മലായി ഡിസേർട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ഇതില്ലേ, അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒന്നാമത് പിസ്തനെ കൊണ്ടായതുകൊണ്ട് നമുക്ക് പിസ്തനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ കസ്റ്റാർഡിൻ്റെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ഞാൻ കാര്യമായിട്ട് പറയാണ്, അത്രയും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, കമൻറ്റ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.